അസ്സലാമു അലൈക്കും. ഞാൻ എൻ്റെ മകൻ്റെ വിഷയത്തിൽ ധർമ്മസങ്കടത്തിലാണ്. അവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൻ എപ്പോഴും അനിയനിയത്തിയുമായി വഴക്കാണ്. എന്തിനും കൂടുതൽ അധികാരമുള്ളതുപോലെ. വലിയവരെ ബഹുമാനം കുറവ്, വിളിച്ചാൽ വിളി കേൾക്കില്ല, പള്ളിയിൽ പോകാൻ ഭയങ്കര മടി, എപ്പോഴും നിർബന്ധിക്കണം, പുറത്ത് കൂട്ടുകാരുമായി അത്ര ബന്ധമില്ല, പുറത്തു പോയാൽ തീരെ സംസാരിക്കില്ല, വീട്ടിലും തന്നെ നല്ല സംസാരങ്ങളൊന്നുമില്ല, തർക്കത്തിനൊട്ടും കുറവില്ല. ചിരിക്കാനും സംസാരിക്കാനും ഞാൻ എപ്പോഴും പറയാറുണ്ട്, പിന്നെ അനിയത്തിയോട് നല്ല രീതിയിൽ പെരുമാറാനും. പക്ഷേ അവൻ അതിനൊന്നും കേൾക്കുന്നില്ല. ഞാൻ എന്തു ചെയ്യണം? ഈ രണ്ട് നിലക്കാണ് നമ്മൾ ഈ കുട്ടികളുടെ നമുക്ക് നിയന്ത്രണം സാധ്യമാവാതെ വരുന്നത്. ഒന്ന്, ചില കുട്ടികളുടെ പ്രത്യേകമായ ഒരു പ്രകൃതി ഉണ്ടാവും. ഇങ്ങനെ മറ്റുള്ളവരെ വികൃതി കാണിക്കുന്നതിലും എപ്പോഴും വീട്ടിൽ അനുസരണക്കേടും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതിൽ ഒരു സന്തോഷം കണ്ടെത്തുന്ന ഒരു മാനസികാവസ്ഥ പ്രകൃതിപരമായി അവരുടെ നാച്ചുർ അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ചിലത് കാണലുണ്ട്. പക്ഷെ ഭൂരിപക്ഷവും ഞാൻ മനസ്സിലാക്കണം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളിപ്പോൾ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ കൊണ്ടുവരുമ്പോൾ അവരെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ശീലിപ്പിക്കുന്നു, ഉറങ്ങാൻ ശീലിപ്പിക്കുന്നു, എല്ലാം നമ്മൾ ശീലിപ്പിച്ചു കൊണ്ടുവരല്ലേ. അതേപോലെ ശീലിപ്പിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, രണ്ടാമത്തെ കുട്ടി വരുമ്പോൾ ആ കുട്ടിനോട് എങ്ങനെ പെരുമാറണം എന്നാണ്. സത്യത്തിൽ അതിൽ നമ്മൾ എന്ത് ചെയ്യണില്ല, ഒരു ശരിയായ നിലക്ക് ഇടപെടുന്നില്ല എന്ന് മനസ്സിലാക്കാം. അത് സ്വാഭാവികമായി ഉണ്ടാവട്ടെ എന്നാണ്. അപ്പം എന്താ വെച്ചാൽ, ഈ കുട്ടികൾ അവരുടെ അറിവില്ലായ്മയും അവസ്ഥയും വെച്ചിട്ട് ഒരു പെരുമാറ്റത്തെ രൂപീകരിച്ചെടുക്കുകയാണ്. അത് ചിലപ്പോൾ 2 രൂപത്തിലാകാം. ഒന്ന് എന്തായിരിക്കും, താഴെയുള്ള കുട്ടിയോട് ഒരു നല്ല സ്നേഹവും ബഹുമാനമൊക്കെ കാണിച്ചിട്ട് ആ കുട്ടീനെ കൂട്ടിപ്പിടിച്ച് അവനെല്ലാം കൊടുത്ത്, കളിക്കോപ്പുകൾ അവന് വേണ്ടി ഷെയർ ചെയ്ത്, ഭക്ഷണം മുട്ടായി കിട്ടിയാൽ ആദ്യം അവന് കൊടുത്ത്, അങ്ങനെ എന്ത് ചെയ്യും, അനുജൻ, ഞാനൊരു ജ്യേഷ്ഠൻ എന്ന ഒരു കാരണവരെന്ന ഭാവവും അനുജനോടൊരു സ്നേഹവും കാണിക്കുന്ന ഒരു ശൈലി അത് സ്വാഭാവികമായി വരാം. അതാണ് ശരിക്കും വരേണ്ടത്. അതിന് പകരം എന്താവെന്ന് വിചാരിച്ചാൽ, തൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ കടന്നു വരുമ്പോൾ തൻ്റെതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള നിലയ്ക്ക് എന്തു ചെയ്യും, അവനെ ഉപദ്രവിക്കുക എന്നുള്ള ഒരു പ്രതികാര ചിന്തയിലേക്ക് എന്തു ചെയ്യും. പ്രത്യേകിച്ച് കുറച്ച് ഗ്യാപ്പിലുള്ള പ്രസവമാണെങ്കിൽ, ഒരു 4 5 വയസ്സൊക്കെ വ്യത്യാസത്തിലുള്ള പ്രസവമാണെങ്കിൽ എന്തു ചെയ്യും, ഈ കുട്ടിയോടൊരു വിരോധം, എൻ്റെ സുഖകരമായ ജീവിതത്തെ ശല്യപ്പെടുത്താൻ വേണ്ടി വന്ന ആൾ എന്നുള്ളൊരു മനസ്സ്, നേരെ മറിച്ച് എനിക്കൊരു തുണയുണ്ടായെങ്കിൽ എന്ന് ആഗ്രഹിച്ച് ഒരു കുട്ടിയെ പ്രതീക്ഷിക്കുന്നതും എന്താണ്, തൻ്റെ ഉമ്മനെയും വാപ്പനെയും കൂടെ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചപ്പോൾ ഇപ്പോൾ എന്നെ ഒഴിവാക്കാൻ ഒരാൾ വന്നിരിക്കുന്നു എന്ന ഒരു പ്രതികാര ചിന്ത അങ്ങനെയും വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ, ഈ ഉപദ്രവങ്ങളിൽ അവരൊരു ആത്മസംതൃപ്തി കണ്ടെത്തും. അപ്പോൾ എങ്ങനെ നമ്മുടെ കുട്ടികൾ തമ്മിൽ വർത്തിക്കണം, എങ്ങനെ പെരുമാറണം എന്നതിന് ബോധപൂർവമായൊരു ശ്രമം കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ തന്നെ ഉണ്ടാവേണ്ടതുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം. കാരണം ഈ സ്വഭാവങ്ങളൊക്കെ നമ്മൾ ഒരു അപൂർവമായ സ്വഭാവമായിട്ടാണ് കാണുന്നത്. കാരണം അതിന് പുറത്തു പോകണമെന്നില്ല, ഉള്ളിലേ ഉള്ളൂ, നന്നായി കളിക്കും, നല്ല ആക്റ്റീവാണ്, ചില കാര്യങ്ങളിൽ തീരെ ആക്റ്റീവല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ കാണുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു നോർമലായി കൊണ്ടുവരണമെങ്കിൽ അതിലൊക്കെ എന്ത് ചെയ്യണം, ഒരു നല്ല അത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യം, ഇവൻ കുറച്ച് വികൃതി കാണിക്കുന്ന ആളാവുന്നത് കൊണ്ട് എന്തു ചെയ്യും, അവൻ്റെ വികൃതിയെക്കുറിച്ച് പറയാനും അവനെ ശാസിക്കാനും അവനെ ചീത്ത പറയാനും ശിക്ഷിക്കാനും ഒക്കെ കൂടുതൽ സമയം ഇവർ ചിലവാക്കുന്നുണ്ടായിരിക്കും. അത് എന്താണ് സ്വാഭാവികമായും അവനെ ഈ വൈകൃതങ്ങളിലേക്ക് കൂടുതൽ പ്രേരിപ്പിക്കുകയും ഇവരോടൊരു വാശി വളർത്തുകയും ഇവർക്ക് ആൻറ്റി ആവാനുള്ളൊരു മനസ്സ് അവനെ വളർത്തുകയും ചെയ്യുമ്പോൾ അവൻ്റെ ഈ ദുസ്വഭാവങ്ങൾ വർദ്ധിച്ചു വരാനാണ് സാധ്യത. തൽക്കാലം ആ ഉപദേശങ്ങളൊക്കെ ഒന്ന് നിർത്തിവെച്ച് അവനെ ശാസിക്കുകയോ അവനെ നിർബന്ധിക്കുകയോ ഒന്നും ചെയ്യാതെ ഒരു മകൻ എന്ന നിലക്കുള്ള നല്ലൊരു ബന്ധം ഒരു കൂട്ടിപ്പിടിച്ച് കൂടെ നിർത്തിയിട്ട് അവനെങ്ങനെ കൂടെ കൊണ്ടുനടന്നാൽ സ്വാഭാവികമായും എന്ത് ചെയ്യും, അവൻ്റെ പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളിലും ചില മാറ്റങ്ങൾ വരും. അങ്ങനെ മാറ്റങ്ങൾ വന്ന് അവൻ നമ്മുടെ വേണം സ്വീകരിക്കാനാകുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള നിലക്ക് എന്ത് ചെയ്യാണ്, ഒരു രൂപമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ റെഡിയാക്കി കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് മനസ്സിലാവുന്നത്.